എൻഡ് ഓഫ് ദ പേജിലേക്ക് സ്വാഗതം. ഞാനിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന കഥയെക്കുറിച്ച് നിങ്ങളോട് പറയാം എന്ന് വിചാരിക്കുന്നു. ഒരു ആക്ഷേപഹാസ്യ കഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന കഥ. നമ്മളുടെ സമൂഹത്തിൽ ഇന്നും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. പല സംഗതികളുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കഥയായിട്ടാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന കഥയെ ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പൊതുജനവും ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന കഥ. അക്ഷരാഭ്യാസമില്ലാത്ത ഒരു കുശിനിക്കാരനായിട്ടുള്ള 24 വയസ്സുകാരനൊരു യുവാവ്. ആ യുവാവിന്റെ മൂക്ക് സാധാരണ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ വലുതായി വരികയാണ്. വലുതാവുക എന്ന് പറഞ്ഞാൽ മീശന്റെ ഇത് കഴിഞ്ഞു, ചുണ്ടിന്റെ അവിടെ നിന്ന് കഴിഞ്ഞു, താടി കഴിഞ്ഞു, അങ്ങനെ ബുക്കള് വരെ ഈ മൂക്ക് വലുതാകുന്ന ഒരു അപൂർവ സംഗതി ഉണ്ടാവുകയാണ്. ഈ അദ്ദേഹത്തിന് ദുശീലങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരു മൂക്കുപ്പൊടി വലിക്കും. ഈ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മൂക്കന്റെ തള്ള വന്ന് കൊണ്ടുപോകും. മൂക്കന് വലിക്കാനുള്ള പൊടി തള്ള അതൊന്ന് വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൂക്ക് വലുതായ കഥ ഇങ്ങനെ നാട്ടിലാകെ വരുന്ന ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ കാണാൻ വരും. അങ്ങനെ കണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന ആ വീട്ടിലെ പല സാധനങ്ങളും മോഷണം പോക്ക് തുടങ്ങി. ഒരു വേള ഹൗസ് ഓണറുടെ മകളെ തന്നെ അടിച്ചു കൊണ്ടുപോകാൻ, കട്ടുകൊണ്ടുപോകാനുള്ള ശ്രമം വരെ ഉണ്ടായി. അങ്ങനെ ആയപ്പോ ഇത് വലിയ ശല്യമായപ്പോ കുശിനിക്കാരനെ ഹൗസ് ഓണർ പിരിച്ചു വിട്ടു. അങ്ങനെ നമ്മുടെ മൂക്കന്റെ പണി പോയി. അദ്ദേഹം വീട്ടിൽ ഭക്ഷണം കഴിക്കാനോ ഒരു ലേസം പൊടി വലിക്കാനോ ഒന്നും നിവൃത്തിയില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോഴും ആളുകൾ വന്നിട്ട് ഇങ്ങനെ നിറയാണ് വീട്ടിൽ ഈ മൂക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു മഹാത്ഭുതമല്ലേ, ഒരു മനുഷ്യന്റെ മൂക്ക് ഇങ്ങനെ വലുതാവുന്നത് നാട്ടുകാർ കാണാൻ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ വന്ന അവസാനം ഇത് സഹി കെട്ടപ്പോ മൂക്കൻ പറഞ്ഞു, കാരണം പട്ടിണി അടക്കുക, മൂക്കിനെ കുറിച്ച് ആളുകൾക്ക് ചിന്തയുള്ളൂ. മൂക്കൻ വല്ലതും കഴിച്ചോ, മൂക്കന് ജോലിയുണ്ടോ, മൂക്കൻ എന്താ എത്ര ക്ഷീണം, ഇതൊന്നും ആരും ചോദിക്കുന്നില്ല. അവസാനം മൂക്കന്റെ തള്ളയോട് പറഞ്ഞു, ഈ പാണ്ടാരങ്ങളൊക്കെ പിടിച്ച് പുറത്താക്കി കുറച്ച് സ്വസ്ഥത കിട്ടട്ടെ. അപ്പൊ എന്തായി, മൂക്കന്റെ തള്ള എല്ലാരെയും തഞ്ചത്തിൽ വിളിച്ചിട്ട് വീടിന്റെ പുറത്തേക്കാക്കിയിട്ട് വീടിന്റെ വാതിൽ അടച്ചു. പക്ഷെ അത് ഗുണമായി. തള്ളയ്ക്ക് കൈക്കൂലി കൊടുത്തിട്ട് ആളുകൾ മൂക്കന്റെ മൂക്ക് കാണാൻ തുടങ്ങി. അപ്പൊ അവർക്ക് വരുമാനമായി. ഈ മൂക്ക് ഒരു പ്രദർശന വസ്തുവായി. അങ്ങനെ കുറച്ച് കാലം കൊണ്ട് തന്നെ മൂക്കൻ ആ നാട്ടിലെ ഒരു സമ്പന്നനായി എന്ന് മാത്രമല്ല ഒരു പൗരപ്രമുഖനായി. നാട്ടിൽ എന്ത് നടന്നാലും, ഒരു പുതിയ വിമാനം കണ്ടുപിടിച്ചാലും, ഒരു ഡോക്ടർ മരിച്ച ഒരാളെ ജീവിപ്പിച്ചാൽ പോലും മൂക്കൻ ആ വിഷയത്തിൽ എന്താ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് ആളുകൾ നോക്കാൻ തുടങ്ങി. മൂക്കൻ ആ വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ നടന്ന സംഭവം അത്ര പ്രസക്തമായ സംഭവമല്ല എന്നുള്ള രീതിയിൽ ആളുകൾ അതിന് കണക്കാക്കൽ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ചില പറ്റിക്കൂടലുകാർ വരുന്നുണ്ട്. ഈ പറ്റിക്കൂടലുകാർ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത്. അപ്പോഴേക്ക് മൂക്കൻ 2 സെക്രട്ടറിമാരായിട്ട് നല്ല 2 സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ വെച്ചു. ഈ 2 സുന്ദരികളായ സെക്രട്ടറിമാരും മൂക്കനെ പ്രേമിക്കാൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി, പരിചരിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് മൂക്കനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ 2 പാർട്ടിക്കാർ മൂക്കൻ ഞങ്ങളുടെ പാർട്ടിയുടെ ആളാവണം, മൂക്കൻ മറ്റേ വിപ്ലവ പാർട്ടിയുടെ ആളാകണം, ഇങ്ങനെ പറഞ്ഞിട്ട് 2 പാർട്ടിക്കാർ തമ്മിൽ മൂക്കനെ സമീപിക്കാൻ തുടങ്ങി. അപ്പോ സെക്രട്ടറിയായ ഒരു പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ഒരു വിപ്ലവ പാർട്ടിയുടെ ആളായി മാറും. അപ്പോ മൂക്കൻ മറ്റേ സെക്രട്ടറിയോട് ചോദിച്ചു, ഞാൻ ഏത് പാർട്ടിയുടെ ആളാവണം എന്നാ നിന്റെ അഭിപ്രായം? അപ്പോൾ നിങ്ങളൊരു പാർട്ടിയിലും ആളാവണ്ട, നിങ്ങളിപ്പോ ഈ പോണ മാതിരി പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോവാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രസിഡന്റ് നാസിക പ്രമുഖൻ എന്ന് പറയുന്ന ഒരു ബഹുമതി മൂക്കന് സമ്മാനിച്ചു. മൂക്കന് ഒന്നുകൂടെ വലുതായി. അപ്പോ ഒരു വിപ്ലവ പാർട്ടിയിൽ സഖാവ് മൂക്കൻ എന്നൊക്കെ പറയുന്ന പേരിൽ മൂക്കൻ അംഗമായപ്പോ മറ്റേ പാർട്ടിക്കാർക്ക് അതിൽ കലശലായ അസൂയ ഉണ്ടായി. അപ്പോ മൂക്കന്റെ ഒരു സെക്രട്ടറിയെ കൂട്ടുപിടിച്ചിട്ട് അവര് പറഞ്ഞു, മൂക്കൻ ഒരു ചതിയനാണ്, വഞ്ചകനാണ്, വൃത്തികെട്ടവനാണ്, നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ മൂക്കന്റെ ഒരു സെക്രട്ടറി കൊണ്ടുവന്നു. ഭയങ്കര പ്രശ്നമായി. പ്രസിഡന്റ് നാസിക പ്രമുഖൻ എന്ന് പറഞ്ഞ് ആദരിച്ച സംഭവത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. ഇങ്ങനെ ഒരു വഞ്ചകനായിട്ടുള്ള ആളെ ആദരിക്കാൻ പാടുണ്ടോ? മൂക്ക് റബ്ബർ മൂക്ക് ആണെന്നാണ് കൂറുമാറിയ സെക്രട്ടറി പെണ്ണ് പറഞ്ഞത്. അങ്ങനെ മൂക്കന്റെ മൂക്ക് ഒറിജിനൽ അല്ല, അത് നാട്ടുകാരെ പറ്റിക്കലായിരുന്നു, അതുകൊണ്ട് അത് രാജ്യത്തെ മൂക്കൻ വഞ്ചിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം മൂക്കൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 42 രാജ്യത്തെ ഡോക്ടർമാരെ വെച്ചിട്ട് ഒരു മെയ് 9 തീയതി മൂക്കന്റെ മൂക്ക് പരിശോധിക്കാൻ തീരുമാനിച്ചു. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിമാര്, പത്രങ്ങള്, സിനിമാക്കാര്, ടെലിവിഷൻകാര്, മാധ്യമങ്ങൾ, ഇങ്ങനെ എല്ലാവരുടെയും സമക്ഷത്തില് മൂക്കന്റെ മൂക്ക് പരിശോധിക്കാൻ ആരംഭിച്ചു. ആദ്യം വന്ന ഡോക്ടർ മൂക്കന്റെ മൂക്ക് പൊത്തിയിട്ട് കുറെ നേരം പിടിച്ചു. അപ്പൊ മൂക്കൻ വാ പൊളിച്ചു. അപ്പോ ഇത് ഒറിജിനൽ മൂക്കാ, കാരണം മൂക്ക് പൊത്തിയപ്പോ മൂക്കന് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ മൂക്കാണ്. മറ്റൊരു ഡോക്ടർ മൂക്കിന്റെ തുമ്പത്ത് മൊട്ടുസൂചി കൊണ്ടും കുത്തി. അപ്പോ
നല്ല ചുവന്ന ചോര പൊടിഞ്ഞു വന്നു. അപ്പൊ മൂക്കൻ റബ്ബർ മൂക്കനല്ല, ഇത് ഒറിജിനൽ മൂക്കനാണ്, മൂക്കൻ ആരെയും പറ്റിച്ചിട്ടില്ല. അതോടുകൂടിയിട്ട് പ്രസിഡന്റ് മൂക്കന് മൂക്കശ്രീ എന്നുള്ള പദവി നൽകി അദ്ദേഹത്തിന് പാർലമെന്റ് മെമ്പറാക്കി. പിന്നീട് അദ്ദേഹത്തിന് ഡിലിറ്റും ഡോക്ടറേറ്റും ഒക്കെ നൽകി. അങ്ങനെ മൂക്കൻ ഒരു വലിയ സംഭവമായിട്ട് വീണ്ടും തുടർന്നു. അപ്പോഴും കുറെ ആളുകൾ അതിനെ വിമർശിച്ചും കുറെ ആളുകൾ അതിനെ അനുകൂലിച്ചും ഒക്കെ പോകുന്ന സംഭവങ്ങൾ ഉണ്ട്. അതായത് പ്രത്യേകമായ ഒരു കഴിവോ അതല്ലെങ്കിൽ ഇത് കഴിവായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു പോരായ്മയാണ്. സാധാ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂക്ക് ഒരാളത് വലുതായി കാണുമ്പോൾ അതൊരു വൃത്തികേടായിട്ടാണല്ലോ സത്യത്തിൽ കാണേണ്ടത്. പക്ഷെ അങ്ങനെ വന്നാൽ പോലും അതിനെയൊക്കെ മുതലെടുക്കുന്ന മനുഷ്യന്മാരും അതിന്റെയൊക്കെ പിറകെ പോയിട്ട് ഈ മൂക്കന്റെ എതിരെയുള്ള സമരത്തിന്റെ ഇടയിൽ കുറെ ആളുകൾ രക്തസാക്ഷികളുമായിട്ടാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ചോര ചിന്താനും തമ്മിൽ തല്ലാനും കലഹിക്കാനും നടക്കുന്ന ബടുക്കൂസുകളായിട്ടുള്ള ജനങ്ങളും, ഞാൻ പറഞ്ഞല്ല ബടുക്കൂസുകളായിട്ടുള്ള ജനങ്ങൾ എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ്. ഈ നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു നേർചിത്രമാണ് യഥാർത്ഥത്തിൽ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന ഒരു കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ അവതരിപ്പിച്ചിട്ടുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എല്ലാ കഥകളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ എൻ്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളുണ്ട്. അപ്പോൾ വെറുതെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ കാണുമ്പോൾ ആ വാർത്തയോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ബഷീറിന്റെ ഒരു കഥ ഏതാണെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി വിശ്വവിഖ്യാതമായ മൂക്കാണ് ഇപ്പോ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കഥ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചത്. കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.